ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു മോർണിംഗ് വ്ളോഗാണ്. ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ച് പ്രിപ്പറേഷൻസൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കുകയാണ്. ദോശ എന്ന് പറഞ്ഞാൽ കലക്കി ദോശയാണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ദോശ. അതിനായിട്ട് രാത്രി ഞാൻ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ രാവിലെ അരച്ചു. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും തേങ്ങയൊക്കെ ഇട്ട് തിക്നെസ്സൊക്കെ കറക്റ്റാക്കി. പിന്നെ ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ദോശ ചുടാറ്. ഈ സെയിം ദോശ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇതിനകത്താകുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റും പിന്നെ ഒരു തിക്നെസ്സൊക്കെ വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധികവും ഇതിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിനകത്ത് എണ്ണയൊക്കെ തേച്ച് കൊടുക്കുക. എള്ളെണ്ണയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. പിന്നെ അതിലേക്ക് നമ്മൾ തിക്നെസ്സൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുള്ള ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 തവണയായിട്ടാണ് ഒഴിച്ചത്. കുറച്ച് വലിയ ചട്ടിയാണ്. നമ്മൾ പുതിയ വാങ്ങിച്ച സമയത്ത് കുറച്ച് വലിയ ചട്ടിയാണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് തികയുന്നുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ 2 തവണയായിട്ട് ഒഴിച്ചത്. അങ്ങനെ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ചിട്ട് വേവിക്കാം. അപ്പോഴേക്കും ദോശ റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. നമുക്ക് ഏത് കറീൻ്റെ കൂടെയും കൂട്ടാം. ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ചട്നി ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാനും സിമ്പിളാണ്. ദോശമാവ് നേരത്തെ അരച്ച് പുളിപ്പിക്കാനൊന്നും വെക്കണ്ട. നമുക്ക് ജസ്റ്റ് അരച്ച് അപ്പം തന്നെ ചൂടാൻ പറ്റും. ദോശയിലേക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഗ്രീൻ പീസ്, ഉള്ളി, മഞ്ഞൾ, മുളക്, കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി. എന്നാലേ കൗണ്ടർ ടോപ്പ് ഒരു വൃത്തിയായിട്ട് കാണുള്ളൂ. അല്ലെങ്കിൽ ആകെ ഒരു വൃത്തികേടായിട്ടിരിക്കും കേട്ടോ. അപ്പം ഞാൻ അടുത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ എന്നും രാവിലെ കുടിക്കുന്ന ഒരു വെള്ളമാണ് കേട്ടോ. ഇഞ്ചിയും ജീരകമൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ഞാനൊരു ഫ്ലാസ്കിലാക്കി സ്റ്റോർ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ കൂടെ ഹിലും ഷഫാൻക്കൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ അത്. പിന്നെ ഇതാ രാവിലെ ഷഫാൻകാക്ക് ഓട്സ് ഓംലേറ്റ് ആണ് കേട്ടോ വേണ്ടത്. ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ. നമുക്ക് രാവിലെ തന്നെ എണീറ്റതിന് ശേഷം നമ്മൾ ഓട്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. പിന്നെ അത് സോക്കായി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജീസും പിന്നെ എത്ര മുട്ട വേണമെന്നുള്ളത് നിങ്ങളെ പ്രിഫറൻസിനനുസരിച്ച് ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ തക്കാളിയും കൂടെ ഇട്ടു കേട്ടോ. നേരത്തെ തക്കാളി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാന് ചൂടാക്കി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് റെഡിയാക്കുക. പിന്നെ നമ്മൾ ഓംലെറ്റ് ചുടുന്ന പോലെ തന്നെ ഒന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ തിക്നെസ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തേക്കും ഈവനായിട്ട് എത്തുന്ന രീതിയിലൊന്ന് പരത്തി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. ഒരു സൈഡ് നമ്മൾ ഏകദേശം വെന്ത് കഴിയുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്സ് ഓംലെറ്റ് റെഡിയാവും. നല്ല സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഹെൽത്തിയാണ്. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇതിപ്പോൾ ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി ഷഫാൻഖാനെ വിളിച്ചതാണ് കേട്ടോ. ഞാൻ നമ്മളെ സ്പാച്ചിലൊക്കെ വെച്ചിട്ടാണ് അത് ഫ്ലിപ്പ് ചെയ്യാറ്. എനിക്കിങ്ങനെ പെട്ടെന്ന് ഇത് ചെയ്യാൻ കുറച്ച് പേടിയാണ് കേട്ടോ. പൊട്ടിപ്പോയി കഴിഞ്ഞാലോ എന്നുള്ളൊരു ടെൻഷനാണ്. പിന്നെ ഇതാ ഞാൻ അടുത്തത് കറീൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള കറിയാണ്. മീൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ട് ജാറിലേക്ക് ഞാൻ തക്കാളി, കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ ചുവന്ന മുളക്, ഞാൻ കശ്മീരി ചില്ലിയാണ് കേട്ടോ യൂസ് ചെയ്തത്. അതൊക്കെ കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുത്ത് പിന്നെ ഞാൻ കടുക് പൊട്ടിച്ചതിന് ശേഷം ആ ഒരു പേസ്റ്റ് അതിലേക്ക് ഒഴിച്ച് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ ഇട്ടിട്ടൊന്ന് വേവിക്കും. പിന്നെ അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് പുളിവെള്ളം നമ്മളെ സാധാരണ പോലെ തന്നെ കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കും. സിമ്പിളാണ്. പക്ഷേ ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് കുറുകിയൊക്കെ വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയിലേക്കൊക്കെ കൂട്ടാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തേങ്ങ അരച്ചതിനേക്കാളും ഞങ്ങൾക്കിവിടെ അതാണ് ഇഷ്ടം. മീൻ നല്ല ഫ്രഷ് ആണെങ്കിൽ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കാനും സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ആ ഒരു പേസ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. ഞങ്ങൾ ലഞ്ചിന് ചപ്പാത്തിയാണ് കഴിക്കാറ്. ഹിലുവിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ചോറ് ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ക്ലിനിക്കിൽ പോകുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമേ പോകുന്നുള്ളൂ കേട്ടോ. ഹിലു ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് ഡേ പോവാറില്ല ക്ലിനിക്കിൽ. കുറച്ച് നേരം പോയിരിക്കും. ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പറ്റുന്ന പോലെ. ബാക്കി സമയം ഞാൻ ഇവളെ കൂടെ തന്നെയാണ് കേട്ടോ ഉണ്ടാവാറ്. ഇനി പോകുന്ന സമയത്ത് ഞാൻ ഇവളെ ക്ലിനിക്കിൽ കൊണ്ടുപോകാറാണ്. അവിടെ അവൾക്കൊരു റൂമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യും.
പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം അവളെ ഒരു പ്ലേ സ്കൂളിലൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പ്രൊഫഷണൽ ലൈഫിൽ ഫോക്കസ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അപ്പോൾ രാവിലെ തന്നെ ഇവളെ മുടിയൊക്കെ റെഡിയാക്കി അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അവളെ മുടി കെട്ടാൻ കുറച്ച് പണിയാണ്, ഇങ്ങനെ ചുരുണ്ട കേളി ഹെയർ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ ഭയങ്കര പണിയാണ്. പിന്നെ ഈ ഒരു ടൈം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് കുറേ വർത്താനവും കളിയും ചിരിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നൊരു ടൈമാണ് കേട്ടോ. ഭയങ്കര സംസാരമൊക്കെ ആയിട്ട് അവളെ കുറേ ഡൗട്ടൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു ഗ്രീൻ പീസ് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അവൾക്കിങ്ങനെ പീസ്, അതുപോലെ തന്നെ കടല, ചെറുപ്പയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്, ഞങ്ങൾ ആ ഒരു കറി എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എല്ലാം നല്ല പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള ഫുഡല്ലേ, അപ്പോൾ അവൾക്കത് ഇഷ്ടമാണ്. അപ്പോൾ അത് ഞങ്ങൾ മാക്സിമം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം അടുത്തത് ഇനിയിപ്പോൾ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ കിച്ചണ് ഞാൻ ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെഡ്റൂം, ഇപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഇവളെയും കൊണ്ടായിരിക്കും പോവുക, അപ്പോൾ അപ്പോൾ തന്നെ ക്ലീൻ ആക്കാൻ പറ്റാറില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അവളെ ഞാൻ ടോയ്സൊക്കെ കൊടുത്ത് എവിടെയെങ്കിലുമൊക്കെ സെറ്റിലാക്കിയതിന് ശേഷമാണ് റൂമൊക്കെ ക്ലീൻ ചെയ്യാറ്. കിച്ചൺ പിന്നെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ വേഗം ക്ലീൻ ആക്കും കേട്ടോ, ഇല്ലെങ്കിൽ വലിയൊരു പണി ബാക്കിയുള്ള പോലെ തോന്നും. പിന്നെ ഹിലൂന് ഇതാ ഈ ഒരു കുഞ്ഞി ബ്ലാങ്കറ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ കേട്ടോ. ഇപ്പോൾ അവൾ അതിനേക്കാളും വലുതായിട്ടുണ്ട്, എന്നാലും അത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഞങ്ങളെ ബ്ലാങ്കറ്റൊന്നും അവൾക്ക് പറ്റൂല കേട്ടോ. അവൾക്ക് ഞാൻ ചെറുപ്പത്തിൽ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു ഒരു 3 പീസിൻ്റെ കോംബോ. അപ്പോൾ ആ ഒരു 3 മാത്രമേ അവൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും 3 എക്സ്ട്രാ ബ്ലാങ്കറ്റ് എടുക്കണം. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചിട്ട് ഞങ്ങൾ വേഗം റൂമൊക്കെ ക്ലീൻ ആക്കി. ഇനി കുറച്ച് നേരം ഞങ്ങളിവിടെ പുറത്ത് ബാൽക്കണിയിൽ ഇരിക്കും കേട്ടോ. അവിടെ കുറച്ച് വെയിലും വെളിച്ചമൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ കിളി, പൂമ്പാറ്റ അതൊക്കെ നല്ലോണം വരുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ ഗാർഡനിൽ. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കും അവൾക്ക്. പിന്നെ കിച്ചൺ ഞാൻ നേരത്തെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മോഡുലാർ കിച്ചണൊന്നുമല്ല, ഈ ഒരു ഫ്ലാറ്റ് കുറച്ച് പഴയതാണ് കേട്ടോ. അത്യാവശ്യം 10-12 വർഷത്തെ പഴക്കമൊക്കെ ഉണ്ട്. എന്നാലും നല്ല നീറ്റാണ് കേട്ടോ, നല്ല സ്പേഷ്യസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് സെലക്ട് ചെയ്തത്. പിന്നെ ക്ലിനിക്കിന് കുറച്ച് അടുത്തുമായിട്ടാണ് കേട്ടോ ഉള്ളത്. ഉച്ചയ്ക്കൊക്കെ ഞാൻ ഹിലൂന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാണ്. അതിനായിട്ട് ഞാൻ നേരത്തെ വേവിച്ചിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചതാണ് കേട്ടോ. അധികം എരിവൊന്നും ഇടാറില്ല. അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞളും മുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഞാൻ അധികവും കശ്മീരി റെഡ് ചില്ലിയാണ് കേട്ടോ യൂസ് ചെയ്യാറ്, സ്പൈസ് ലെവൽ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ലഞ്ച് ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ കുളിയും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രഷ് ആയിട്ട് ഫ്രൈ ചെയ്യാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചപ്പാത്തിയും കൂടെ ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലഞ്ചിന് നല്ല ചൂടോടെ ഈ ചപ്പാത്തിയും ഇതൊക്കെ കഴിക്കാമെന്നുള്ള പ്ലാനാണ്. പിന്നെ ഹിലൂന് വേണ്ടിയിട്ട് ചോറ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക്സ് for watching.